അന്ത ഫീമ ബൈനഹുമ തഹമിനുൽ ഖദറ, അന്ത ഫീമ ബൈനഹുമ തഹമിനുൽ ഖദറ. അതായത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കച്ചറപ്പെട്ടിയാണ്. ഒരു കച്ചറപ്പെട്ടി തൂക്കി എടുത്ത് നടക്കുന്ന ശരീരമാണ് നിൻ്റേത് എന്നായി പറയുന്നത്. ഓക്കെ, ഒന്നുമല്ല, ഒന്നുമല്ല. കൈക്കുവാക്കെടുത്ത എന്തിനായി കിബിറ്? किसको सुनाऊं हाल दिले बेखरार का, बुझता हुआ चरा हूँ अपने मज़ार का. ए काश भूल जाऊं मगर भूलता नहीं, किस धूम से उठाता जनाजा बहार का. ये दुनिया ये महफिल मेरे काम के नहीं, मेरे काम के नहीं. ये दुनिया ये महफिल मेरे काम के नहीं. ഈ ദുനിയാവും ഈ കൊട്ടാരമൊന്നും എൻ്റെ ഒരാവശ്യത്തിനും ഇല്ലാന്ന്. കിസ്കു സുനാഹു ഹാല് ദില്ലെ ബെഹറാക്കാം. ഞാൻ ആരെ കേൾപ്പിക്കൂ എൻ്റെ ഹൃദയത്തിൻ്റെ ഹാലുകൾ എന്ന്. ബുജ്താവു ചെറാഹു അപ്പിനെ മസാറിക്കാന്ന്. അതായത് ഒരു ചിമ്മിണി, കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിമ്മിണിയാണ് ഞാൻ. ഹേ കാശു ഭൂല് ജാഹും, ഇതെല്ലാം മറക്കാം. മഗർ ഭൂല് താനേ, പക്ഷെ മറക്കാൻ കഴിയുന്നില്ല. किस धूम से उठाता जनाजा बहार का. ഏത് സ്ഥലത്തു നിന്നാണ് ജനാസ എടുക്കുക അറിയില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അഴകാർ മുഹമ്മദിൻ ശീലവും കോലവും അന്തസ്സും നേരും നാറിയും സകലവും കഴിവോട് കണ്ട് ഖദീജാബി ആശിച്ചു. ഗൽബിൽ നിറയെ കാനത്തെ കൊതി വച്ചു. നല്ല മുഹമ്മദ് കല്യാണം ചെയ്യുവാൻ നാരി ഖദീജാബി ആശിച്ചുറപ്പിച്ചു. കേട്ടു കുവൈലിതൻ അരിശം പേരുത്താരെ, കേളി കഴിപ്പാൻ നല്ല മുഹമ്മദേ. എല്ലാവരും പറയും കണ്ണിന് കാഴ്ചയുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്. ഞാൻ പറയുന്നത് കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ല എന്ന്. കാരണം സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട് ഞങ്ങളെല്ലാം കാണുന്നു, ചന്ദ്രൻ ഉദിക്കുന്നത് കൊണ്ട് ഞങ്ങൾ രാത്രി എല്ലാം കാണുന്നു. ഇനി ലൈറ്റ് ഇല്ലെങ്കിലോ നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടാ? അപ്പം കണ്ണിന് എവിടെയാണ് കാഴ്ചയുള്ളത്? കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ ഇരുട്ടത്ത് നമ്മൾ കാണണ്ടേ? കാണുന്നില്ലല്ലോ, അല്ലേ? അതല്ലേ ശരി. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ രണ്ടാൾ അതിൻ്റെ കൂടെ ജനിക്കുന്നുണ്ട്. അതായത് ഒരു ജിന്ന്, നല്ല ജിന്ന് ജനിക്കുന്നുണ്ട്, ഒരു ഷെയ്ത്താനും ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഷെയ്ത്താൻ പറയടാ ഇസ്മായിൽ നീ അത് ചെയ്തടാ, ഇത് ചെയ്തടാ, അങ്ങനെ ആക്കിക്കടാ, ഇങ്ങനെ ആക്കിക്കടാ എന്നല്ലോ. അപ്പം നല്ല ജിന്നിൻ്റെ കൂടെ ഞാൻ എങ്കിൽ നല്ല ജിന്ന് പറയൂടാ വേണ്ട, ഇതാ സ്വർഗമുണ്ട്, നരകമുണ്ട്, ആ ഭാഗത്തൊന്നും പോകണ്ടെന്ന് പറയും. അങ്ങനത്തെ എല്ലാം കഥ. ഈ പാകിസ്ഥാനികളും മലയാളികളായിട്ടുള്ള ഡിഫറൻസ് ഞാൻ പറയാം. ഒരു 10-25 വർഷം മുമ്പ് കൺസ്ട്രക്ഷൻ വർക്ക് അതായത് അങ്ങ് വർക്ക് കൂടുതലുള്ള സമയമായിരുന്നു ഗൾഫിലൊക്കെ. കൺസ്ട്രക്ഷൻ വർക്ക് വല്ലാതെ നടക്കുന്ന സമയത്ത് അന്നേരം എൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ഈ ഷോപ്പിലേക്ക് പാകിസ്ഥാനികളും വരും, മലയാളികളും വരും. മലയാളികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനികൾ വന്ന് ഒരു 2 ലിറ്ററിൻ്റെ ലെബൻ എന്ന് പറഞ്ഞ മോരുണ്ട് അൽമറായുടെ, അതും മേടിച്ച്, അല്ലെങ്കിൽ ഒരു 2 ലിറ്ററിൻ്റെ പാലും മേടിച്ച്, ഒരു 10 കിലോ ഗോതമ്പത്തിൻ്റെ പൊടിയും മേടിച്ച്,
പിന്നെ ഒരു നല്ല നെയ്യിൻ്റെ ഒരു ഡബ്ബയും മേടിച്ച് അവർ പോകും. കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരുമയോടെ ഇരുന്ന് എല്ലാവരും കൂടിയിട്ട് 5-10 പാകിസ്ഥാനികളൊക്കെ ഇരുന്ന് എന്നിട്ട് അവർ നല്ല ചപ്പാത്തി ഉണ്ടാക്കും. നല്ല ചപ്പാത്തി ഒരാൾ ഉണ്ടാക്കുന്നുണ്ടാവും, ഒരാൾ കറി ഉണ്ടാക്കുന്നുണ്ടാവും, ബീഫ് മട്ടനെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാക്കും. എല്ലാവരും ഒരു ഒരേപോലുള്ള പൈസ വീതം ചെയ്തിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നതാണ്. അങ്ങനെ അവർ നല്ലപോലെ ഭക്ഷണം കഴിച്ച് ഒരാൾ 5-10 ചപ്പാത്തിയെല്ലാം നല്ല വലിയ വലിയ ചപ്പാത്തിയെല്ലാം കഴിച്ച് കുറേ ഒരു കാക്കിലോളം മട്ടനെല്ലാം തിന്ന് എന്നിട്ട് അവർ നിസ്കാരമെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് കടന്നുറങ്ങി സുബഹിക്ക് എഴുന്നേറ്റ്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? മലയാളി ഞങ്ങളെ കടയിൽ വന്നിട്ട് ഇതെല്ലാം മേടിച്ചിട്ട് പാകിസ്ഥാനികൾ പോയില്ലേ, മലയാളികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വന്നിട്ട് ഒരു വലിയൊരു ഡ്യൂ മേടിക്കും. ഡ്യൂ അല്ല 7up മേടിച്ച് പിന്നെ അപ്പുറത്തുനിന്ന് വിൽക്കുന്നൊരു സാധനമുണ്ട്, അതായത് ഒളിമ്പി എന്ന് പറഞ്ഞ അത് ഈ ബാത്റൂമൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് വേഗം ക്ലീനാകുന്ന ഒരു സാധനം അത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു ബോട്ടിൽ മേടിച്ചിട്ട് 2-3 ബോട്ടിൽ അതും മേടിച്ച് ഒരു 7upൻ്റെ ബോട്ടിലും മേടിച്ചിട്ടാണ് പോവുക. മനസ്സിലാക്കണേ? ഒരു പാക്കറ്റ് സിഗരറ്റും മേടിച്ച് ഒരു കെട്ട് ബീഡിയും മേടിച്ചിട്ട് ഇതും മേടിച്ചിട്ടാണ് പോവുക. എന്നിട്ട് ഈ സാധനം ഒഴിച്ചിട്ട് ഈ ഡ്യൂ ഈ 7up സാധനം ഒഴിച്ച് കുടിക്കുകയും ചെയ്യും. കുടിച്ച് പിന്നെ ബോധം കെട്ട് കടന്നുറങ്ങും. കുരുത്തക്കേടെല്ലാം കളിച്ച് കടന്നുറങ്ങും. രാവിലെ ഇവനിക്ക് തലപൊന്തിക്കാൻ പറ്റൂല. ഇവന് ഒരു മാസത്തിൽ 10-15 ദിവസമേ വർക്കിന് പോകും. വർക്കിന് പോയാലോ ഈ പാകിസ്ഥാനികൾ 2 ചാക്ക് സിമെൻറ്റ് ഇങ്ങനെ തലയിലും വെച്ചിട്ട് 8 നില കയറി പോകുന്നുണ്ടാവും. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് ലിഫ്റ്റൊന്നും ഉണ്ടാവില്ലല്ലോ. ഇന്നാണ് കയറ് കെട്ടിയിട്ട് സിമെൻറ്റ് വലിക്കലും പിടിക്കലല്ല. അന്നെല്ലാം എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. തലയിൽ വെച്ചിട്ട് ടട്ടക്കട്ടക്കട്ടാന്ന് പറഞ്ഞിട്ട് 8 നില കയറിയിട്ട് വരും. മലയാളിക്ക് 1 ചാക്ക് സിമെൻറ്റ് എടുത്ത് തലയിൽ വെച്ചിട്ട് കയറാൻ കഴിയില്ല. കാരണം അവൻ എന്നാ ചെയ്തിട്ടുള്ള രാവിലെയും രാത്രിയും എല്ലാം മങ്കൂറിനെ അടിച്ചിട്ടാണ് പണിക്ക് പോവുക. എന്നിട്ട് അവൻ പറയും അറബികൾ ശരിയില്ല, അറബികൾ ശമ്പളം തരുന്നില്ല, അറബികൾ അതാണ്, അറബികൾ ഇതാണ്. പക്ഷേ ഈ പാകിസ്ഥാനികളും അഫ്ഗാനികളെല്ലാം അറബികൾ ശരിയുണ്ടെന്ന് പറയും. എന്നാലും പറയും അത് അവൻ്റെ വർഗസ്നേഹമാണെന്ന് പറയും. അല്ല, യാഥാർത്ഥ്യമായ സത്യമായി പറയുന്നു, യാഥാർത്ഥ്യമായ സത്യം. ഇതാണ് ഒരു മലയാളിയും ഒരു പാകിസ്ഥാനിയായിട്ടുള്ള ഡിഫറൻസ്. 2 ചാക്ക് സിമെൻറ്റ് ഇങ്ങനെ തലയിലും വെച്ചിട്ട് പുല്ല് പോലെ നടന്ന് കയറും 8 നില. മലയാളിക്ക് തല വെക്കാൻ പറ്റുക? ഓന് ഞഞ്ഞാ എന്ന് പറഞ്ഞിട്ട് ആടിക്കുഴഞ്ഞിട്ട് മേലിലെത്തുമ്പോഴേക്ക് പാകിസ്ഥാനി 50 ചാക്ക് കയറ്റി കഴിഞ്ഞിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കണ്ണിന് കാഴ്ചയുണ്ടാ? കണ്ണിന് കാഴ്ചയില്ല. നമ്മൾ പറയും കണ്ണിന് കാഴ്ചയുണ്ട് പറയണം കേട്ടോ. ഇതിൻ്റെ മറുപടി എനിക്ക് വാനത്തെ பார்த்தேன் பூமியை பார்த்தேன் மனுஷனை எங்கும் பார்க்கலையே ഞാൻ பிறந்தது அழகிடத்தானா என் விதியே சரிதானா